നാട്ടിൽ എത്രത്തോളം ഇപ്പം എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ നാട്ടിൽ താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കുക. നാട്ടിൽ ഇപ്പം എനിക്ക് ഭയങ്കര എൻ്റെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് നാട്ടിലൊരു തീം ബേസ്ഡ് ബാറായിരുന്നു. അതായത് ഒരു സിനിമ, നമുക്ക് സിനിമ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് സിനിമ തീം ബേസ്. അതായത് ഞാൻ ബാറിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, ഞാൻ ടൂറിസം തന്നെ പഠിച്ചുകൊണ്ട് ട്രിവാൻഡ്രം ബേസ് ചെയ്ത് ഒരു തീം ബേസ്ഡ്, അതായത് സിനിമ തീം ബേസ് ചെയ്ത് അവിടെ ജെൻഡർ വ്യത്യാസമില്ലാതെ ആണിനും പെണ്ണിനും ട്രാൻസ്ജെൻഡറിനും ഏത് തരത്തിലുള്ള മനുഷ്യനും ഒരുപോലെ വരാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. അങ്ങനൊരു സാധനം ഞാൻ ഒരു പ്രോജക്റ്റുമായി കേരളത്തിലെ ഒരു ബാങ്കിൽ സമീപിച്ചാൽ ഏതൊക്കെ ബാങ്കുകൾ എനിക്ക് ലോൺ തരും? സെന്റ് പാൻക്രേസ് മറ്റേ ട്യൂബ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ? നമ്മുടെ വലിയ സ്റ്റേഷനിൽ അവിടെ നമ്മുടെ നാട്ടിലെ ചായക്കട പോലെ കുറെ ഹിന്ദി നമ്മുടെ പഞ്ചാബുകാരെന്ന് തോന്നുന്നു ചെറിയ ചെറിയ കടകൾ നടത്തുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ അത്? ഇപ്പൊ എപ്പോഴെങ്കിലും പോകുമ്പോൾ നോക്കണം. ചെറിയ അതായത് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന, നമ്മുടെ ചായയാണ് അടിച്ചു തരുന്നത്. നമ്മുടെ ആ ചായക്ക് നാട്ടിൽ 10 രൂപ, ഇവിടെ 2.5 പൗണ്ടിനാണ് അവർ വിൽക്കുന്നത്. അവിടെ അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്താണോ എന്ന് എനിക്കറിയില്ല, അവരത് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്കിവിടെ നാട്ടിൽ നമ്മുടെ ഇപ്പം ഇവിടെ ഏത് ജോലി ചെയ്യുന്നതിനും അതിന് എല്ലാത്തിനും അതിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. നാട്ടിലിപ്പം ഞാൻ പറയാണ്, ഇപ്പം ഞാൻ തിരുവനന്തപുരം സിറ്റി ജീവിക്കുന്നു. ഞാൻ അവിടെ കോർപ്പറേഷൻ്റെ കീഴിലൊരു ചെറിയ തട്ടുകട ഇടണമെങ്കിൽ ഞാൻ എത്ര പേരെ കാണണം? ഞാൻ എത്ര പേർക്ക് പൈസ കൊടുക്കണം? നീ തട്ടുകടയ്ക്ക് ആളെ ഈ പറയുന്ന പോലെ അല്ല. അതെനിക്ക് പോയിന്റ് ബ്രോ മനസ്സിലായി. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും ഇപ്പൊ കമ്പയർ ചെയ്യുന്നത് ഒരു ഡെവലപ്ഡ് നേഷനെയും ഒരു ഡെവലപ്പിംഗ് നേഷനെയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യത്തിനെ ഇപ്പം എനിക്ക് എൻ്റെ രാജ്യത്ത് നിൽക്കണം, ഞാൻ ഈ രാജ്യത്ത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആ രാജ്യത്ത് ഇപ്പൊ അതിൽ ആ ഒരു കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരും ഞാനല്ല. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്ത് എന്തുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, ഈ പറഞ്ഞ എല്ലാ കേൾവികളാണ്, നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ അറിയുന്നതാണ്. ബട്ട് ഹാവ് യു ട്രൈഡ് എന്ന് പറയുന്ന ഒരു ചോദ്യം ചുമ്മാ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ചേട്ടന്റെ മുമ്പിൽ ഒരു ഒട്ട മത്സരം, അല്ലെങ്കിൽ ഒരാൾ നടന്നു പോകുന്നു, അല്ലെങ്കിൽ സൈക്കിൾ ചവിടുന്നു ചിന്തിക്കുക. ചേട്ടന്റെ മുമ്പിൽ ഒരു 100 പേര് സൈക്കിൾ ചവിട്ടി പോയി, മുമ്പിൽ ഒരു കുഴി ഉണ്ടായിരുന്നു, ആ 100 പേര് ആ കുഴിയിൽ വീണു. 101ാമത്തെ ആള് ചേട്ടനും അതേ സൈക്കിൾ ചവിട്ടാൻ തയ്യാറാവുമോ? ബുദ്ധിയുള്ള ഒരാൾ ആ സൈക്കിൾ ചവിട്ടാൻ തയ്യാറാവുമോ? ഇല്ല. നല്ലൊരു ഇതാണ്. അതുപോലെയാണ് ഇന്ത്യയില്. അൾട്ടിമേറ്റ്ലി ഞാനൊരു കാര്യം പറയട്ടെ, ആ സൈക്കിള് ചവിട്ടി അല്ലെങ്കിൽ ആ കുഴിയിൽ വീഴുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഒരു വീഴ്ച. കുഴി ആരും പൊങ്ങി വന്നിട്ടില്ലെന്നേ, അവരോട് നടുപടിയോടെ കിടക്കാണ്. പൊങ്ങിയാലോ